അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സൂറത്തുൽ മുത്തഫിഫീനിലെ 15-ാം വചനം മുതൽ ഉള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ്. ഒരുപാട് മുഖവുരിയൊന്നും കൂടാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. കല്ല, കാര്യം അങ്ങനെയല്ല, നിങ്ങൾ ചിന്തിച്ച പോലെയൊന്നല്ല. ഇന്നഹും, തീർച്ചയായും അക്കൂട്ടര്, അൻ റബ്ബിഹിം, തങ്ങളുടെ നാഥനിൽ നിന്ന്, യൗമഇദിൻ, അന്നേ ദിവസം. ഈ യൗമഇദിൻ എന്ന വാക്കിനെ ബയാൻ്റെ നഫാസിൽ അർത്തദിയ പോലെയുള്ള കിതാബുകളിലൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അൽഫിയിലൊക്കെ കണ്ടതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. യൗമ ഇത് കാനൽ അമ്രു എന്ന് വെച്ചാൽ കാര്യം അങ്ങനെ സംഭവിക്കുന്ന ദിവസം. അങ്ങനെയാണ് പണ്ഡിതന്മാർ അർത്ഥം വെക്കുന്നത്. ലമഹ്ജൂബൂൻ, മറക്കപ്പെടുന്നവരാണ് എന്നുവെച്ചാൽ ആയത്തിൻ്റെ ആശയം നമുക്കിങ്ങനെ വായിക്കാം. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. വേണ്ട, കാര്യം അങ്ങനെയല്ല. തീർച്ചയായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് മറക്കപ്പെടുന്നവർ തന്നെയാണ്. സുമ്മ ഇന്നഹും ലസ്വാലുൽ ജഹീം. സുമ്മ ഇന്നഹും, പിന്നെ നിശ്ചയമായും ആ കൂട്ടര്, ലസ്വാലുൽ ജഹീം, അവിടെയുള്ള ലാമ് ഉറപ്പിക്കുന്ന ലാമ, കസമിൻ്റെ ലാമാണ്. ലസ്വാലു, നിശ്ചയം അവർ ചേർക്കപ്പെടുക തന്നെ ചെയ്യും, അൽ ജഹീം, നരകത്തിലേക്ക്. സുമ്മ ഇന്നഹും ലസ്വാലുൽ ജഹീം, പിന്നെ നിശ്ചയമായും അവര് ജഹീമിലേക്ക് ചേർക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീടവർ നരകത്തിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ്, തീർച്ച. അവിടെ ലാമ് താക്കീതായിട്ടും ഉറപ്പിന് വേണ്ടി പറഞ്ഞു. സുമ്മ യുകാലു ഹാദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. സുമ്മ യുകാലു, പിന്നെ അവരോട് പറയപ്പെടും, ഹാദല്ലദീ, ഈ കാര്യമാണ്, കുൻതും ബിഹി, ആ കാര്യത്തെ കൊണ്ട് നിങ്ങൾ, തുകദ്ദിബൂൻ, നിഷേധിച്ചു കൊണ്ടിരുന്നത്. സുമ്മ യുകാലു ഹാദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, പിന്നെ അവരോട് പറയപ്പെടും, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നത് ഇതാകുന്നു. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. കല്ല, കാര്യം അങ്ങനെയല്ല, വേണ്ട, ആ നിഷേധമൊന്നും വേണ്ട. ഇന്ന കിതാബൽ അബ്റാരി, തീർച്ചയായും പുണ്യാത്മാക്കളുടെ രേഖ, ലഫീ ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെയാകുന്നു. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. ആ നിഷേധം വേണ്ട, തീർച്ചയായും പുണ്യവാന്മാരുടെ രേഖ ഇല്ലിയീനിൽ തന്നെയാകുന്നു. വമാ അദ്റാക മാ ഇല്ലിയൂൻ. ഇല്ലിയൂൻ എന്താണെന്ന് താങ്കൾക്ക് അറിവ് നൽകിയത് എന്താണ്?
കിതാബും മർക്കൂം, എഴുതപ്പെട്ട ഒരു ഏടാണ് അത്. യശ്ഹദുഹുൽ മുഖറബൂൻ, യശ്ഹദുഹു അതിൻ്റെ അടുത്ത് സന്നിഹിതരാകും, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടും. അൽ മുഖറബൂൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ. യശ്ഹദുഹുൽ മുഖറബൂൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ അതിൻ്റെ അടുത്ത് സന്നിഹിതരാകും. ഇന്നൽ അബ്റാറ ലഫീ നഈം, ഇന്നൽ അബ്റാറ നിശ്ചയം ഗുണവാന്മാര്, ലഫീ നഈം സുഖാനുഭൂതിയിൽ തന്നെയാണ്. അലൽ അറായിക്ക് യൻദുറൂൻ, അലൽ അറായിക്ക്, ഈ അറായിക്ക് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ട കട്ടിലുകൾ എന്നാണ് പ്രയോഗാർത്ഥം. യൻദുറൂൻ അവർ നോക്കിക്കാണും. അലൽ അറായിക്ക് യൻദുറൂൻ അലങ്കരിക്കപ്പെട്ട കട്ടിലുകളിലായി ഇരുന്നു കൊണ്ട് അവരെല്ലാം നോക്കിക്കാണും. ഈ 23-ാമത്തെ ആയത്തോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ആളുകൾ, ഞാൻ ഖുർആനിലെ ഇരുന്ന് മാറിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ, അല്ലാണ്ട് ഖുർആനിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. കുറച്ച് ആളുകളൊക്കെ നമ്മളെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉസ്താദെ ഞാനിങ്ങനെ ഖുർആൻ ക്ലാസ്സൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ ഓരോ ഉസ്താദന്മാരും ഒരായത്ത് ഓതിയിട്ട് അതുണ്ടായ കഥയും അതിൻ്റെ പശ്ചാത്തലവും അത് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ആക്കിക്കൂടെ നമ്മളെ വീഡിയോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ജുസും ഇതേപോലെ വാക്കർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും കൂടി ചെയ്ത് തീർക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ആ രൂപത്തിൽ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട്, കാരണം നമ്മൾ നെറ്റ് തീർന്നു പോകരുതല്ലോ, അതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം. അത് എത്രത്തോളം വിജയിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന എനിക്കും ഇത് മനസ്സിലാക്കുന്നവർക്കും ഇത് പ്രചരിപ്പിക്കുന്നവർക്കും ഇതൊക്കെ ഖുർആനാണല്ലോ, നമ്മളെ കടമയല്ലേ. അപ്പം നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു ജാരിയായ സദക്കയായി മാറണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്.
സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.